സൗദി ജയിലിൽ കഴിയുന്ന അബ്ദുൾ റഹീമിന്റെ മോചനത്തിനായി നാടാകെ ഒന്നിച്ചതുപോലെ തന്റെ മകൾക്ക് വേണ്ടി കേരള സമൂഹം ഒന്നിക്കുമെന്ന പ്രതീക്ഷയിലാണ് നിമിഷപ്രിയയുടെ അമ്മ പ്രേമകുമാരി. യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് മരണം മുന്നിൽ കണ്ട് കഴിയുന്ന പാലക്കാട് സ്വദേശി നിമിഷപ്രിയ 7 വർഷമായി ജയിലിൽ കഴിയുകയാണ്. യമനിലെ ഗോത്രവർഗത്തിൽപ്പെട്ട തലാൽ അബ്ദു മഹദിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ടാണ് നിമിഷപ്രിയ അഴിക്കുള്ളിലായത്. നിമിഷപ്രിയയെ മോചിപ്പിക്കാൻ കേന്ദ്ര സർക്കാരും വ്യവസായിയായ യൂസഫ് അലിയും ശ്രമിക്കുകയാണെന്ന് അദ്ദേഹം തന്നെ കഴിഞ്ഞ ദിവസം ഒരു ടെലിവിഷൻ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ പറയുന്നുണ്ട്. ഇതിലാണ് കുടുംബത്തിന്റെ പ്രതീക്ഷ അത്രയും. എന്നാൽ അബ്ദുൾ റഹീമിന്റെയും നിമിഷയുടെയും കേസ് ഒരുപോലെയാണോ? രണ്ടിനും ഒരേ മാർഗത്തിലുള്ള മോചനം സാധ്യമാണോ? 2 കേസും 2 രാജ്യങ്ങളിലാണ്. രണ്ടിടത്തും ബ്ലഡ് മണി സമ്പ്രദായം ഉണ്ടെന്നുള്ളതും ശരി തന്നെ. എന്നാൽ സൗദി പോലെ ഈസി ആക്സസിബിൾ രാജ്യമല്ല യമൻ. 2016 മുതൽ ഇന്ത്യക്കാർക്ക് യമനിലേക്ക് വിസ നൽകാത്ത സാഹചര്യമാണുള്ളത്. പോരാത്തതിന് നിമിഷപ്രിയ കഴിയുന്ന ജയിൽ ഹൂതി വിമതരുടെ അധികാരത്തിലുള്ള സന എന്ന പ്രദേശത്താണ്. കൊല്ലപ്പെട്ടത് യമൻ പൗരനായതിനാൽ 2 ഗോത്രതലവന്മാർ തമ്മിൽ സംസാരിച്ചാൽ മാത്രമേ അനുനയ നീക്കങ്ങളിലേക്കും ദയാധനം നൽകുന്നതിലേക്കും കടക്കുകയുള്ളൂ. എന്നാൽ കൊല്ലപ്പെട്ട തലാലിന്റെ കുടുംബം നിമിഷപ്രിയയ്ക്ക് മാപ്പ് നൽകുമോ എന്ന കാര്യത്തിൽ പോലും ഇതുവരെ തീരുമാനമുണ്ടായിട്ടില്ല എന്നതാണ് വാസ്തവം. വീട്ടിലെ പ്രാരാബ്ദങ്ങൾ തീർക്കാൻ 16 വർഷങ്ങൾക്ക് മുൻപ് യമനിൽ നേഴ്സായി എത്തിയതായിരുന്നു നിമിഷപ്രിയ. വിവാഹം കഴിക്കാനായി നാട്ടിലെത്തി ഭർത്താവുമൊത്തായിരുന്നു തിരികെ പോയത്. കുട്ടിയുണ്ടായി കുടുംബമായി താമസിക്കാൻ തുടങ്ങിയതോടെ ചിലവുകൾ താങ്ങാൻ കഴിഞ്ഞില്ല. ഇതോടെ ഭർത്താവും മകളും നാട്ടിലേക്ക് മടങ്ങി. ജോലിയിൽ നിന്ന് ലഭിച്ചിരുന്ന വരുമാനം കുറവായിരുന്നതിനാൽ യമനിൽ സ്വന്തമായി ക്ലിനിക്ക് ആരംഭിക്കാൻ തീരുമാനിച്ചു. എന്നാൽ ക്ലിനിക്ക് തുടങ്ങണമെങ്കിൽ യമൻ പൗരന്റെ സഹായം ആവശ്യമായിരുന്നു. തലാൽ സഹായ വാഗ്ദാനം ചെയ്തതോടെ ഇരുവരും ഒരുമിച്ച് ക്ലിനിക്ക് ആരംഭിച്ചു. ക്ലിനിക്കിൽ ലഭിച്ചിരുന്ന വരുമാനം മുഴുവൻ തലാൽ കൈക്കലാക്കാൻ തുടങ്ങി. ഇതോടെ നിമിഷയ്ക്ക് നിക്കക്കള്ളി ഇല്ലാതെയായി. തലാൽ നിമിഷപ്രിയയെ ഭാര്യയാക്കാൻ ശ്രമിക്കുകയും ക്രൂരമായ പീഡനത്തിന് ഇരയാക്കുകയും പാസ്പോർട്ട് പിടിച്ചു വയ്ക്കുകയും ചെയ്തു. ഉപദ്രവം സഹിക്കാനാവാതെ തലാലിനെ അമിത ഡോസ് മരുന്ന് കുത്തിവെച്ച് ആത്മരക്ഷാർത്ഥം കൊല ചെയ്യേണ്ടി വന്നെന്നാണ് നിമിഷയുടെ അഭിഭാഷകൻ കോടതിയിൽ പറഞ്ഞത്. 2017 യമനിലെ അപ്പീൽ കോടതി കുറ്റക്കാരിയാണെന്ന് വിധിച്ച അന്നു മുതൽ ജയിലിൽ കഴിയുകയാണ് നിമിഷപ്രിയ. ഇതിനെതിരെ അപ്പീൽ നൽകിയെങ്കിലും ഹൈക്കോടതിയും സുപ്രീം കോടതിയും വിധി ശരിവെച്ചിരുന്നു. യമനിലെ നിയമം അനുസരിച്ച് വെടിവെച്ച് കൊല്ലുകയാണ് ശിക്ഷ. എന്നാൽ എന്തുകൊണ്ട് നിമിഷപ്രിയ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു എന്നത് വ്യക്തമല്ല. നിമിഷപ്രിയയെ ഒരു നോക്ക് കാണാൻ ആഗ്രഹിച്ചു കഴിയുകയാണ് അമ്മ പ്രേമകുമാരി. കഴിഞ്ഞ ഡിസംബറിൽ ഡൽഹി ഹൈക്കോടതി ഇടപെട്ട് അനുമതി നൽകിയതോടെ യമനിലേക്കുള്ള വിസ ലഭിച്ചു. എന്നാൽ ഇതുവരെ പോകാൻ കഴിഞ്ഞിട്ടില്ല. തലാലിന്റെ കുടുംബം ഇതുവരെ യാതൊരു അനുനയ നീക്കങ്ങൾക്കും തയ്യാറായിട്ടില്ല എന്നതും ആശങ്കയാണ്.